പാലക്കാട് മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയ്ക്ക് കാഴ്ചശക്തി ഇല്ലെന്ന് നാട്ടുകാർ. തുടർച്ചയായി ജനവാസ മേഖലയിലെത്തുന്ന ഒറ്റയാനാണ് കണ്ണു കാണാത്തത്. തിമിരമോ റബ്ബർ ബുള്ളറ്റ് കൊണ്ടതോ ആകാം ആനയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ കാരണമെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആന കൂടുതൽ അക്രമകാരിയാകാൻ സാധ്യതയുണ്ട്. PT-5 എന്ന് വിളിക്കുന്ന ആനയാണ് ജനവാസ മേഖലയിൽ എത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ആന ക്ഷീണിതനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തുകാർ പറയുന്നത്? എത്തുന്ന ഒരു ആന അത് വലിയ ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഈ ആനയ്ക്ക് കാഴ്ചശക്തി ഇല്ല എന്നാണ് തങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം സാധാരണ വനംവകുപ്പ് എത്തി പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആനകൾ പെട്ടെന്ന് തന്നെ പലയിടത്തേക്കും ഓടിപ്പോവുകയും കാട്ടിനകത്തേക്ക് കയറുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ആന അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നില്ല. അതിന്റെ കാഴ്ചയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ആശങ്കയായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ ആനയുടെ കാഴ്ചശക്തി അത് തിമിരം ബാധിച്ചോ അല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റ് കൊണ്ടോ പോയതായിരിക്കാനുള്ള സാധ്യതയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ആന അവശ നിലയിലാണ് എന്നും നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിപ്പെടുന്നുണ്ട്. കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ അത് കൂടുതൽ അക്രമകാരിയാവാനുള്ള സാധ്യതയുണ്ട് എന്നും വനംവകുപ്പ് അതിനെ കൃത്യമായി നിരീക്ഷിച്ച് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതിനെ കാട്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ അവശ നിലയിലുള്ള ആന അത് കാഴ്ചശക്തി കൂടെ ഇല്ലെങ്കിൽ അത് ജനവാസ മേഖലകളിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ കൂടുതൽ അക്രമകാരിയാവുകയും അത് ചിലപ്പോൾ ആളുകളുടെ ജീവൻ തന്നെ പൊലിയുന്നതിലേക്ക് വഴിവെക്കും എന്നുള്ളൊരു ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും മലമ്പുഴയിലെ ചേമ്പന ഭാഗത്തേക്കാണ് ഇന്ന് രാവിലെ ഈ ആന വീണ്ടും എത്തിയിട്ടുള്ളത്. ആ ഭാഗത്ത് ഏറെ നേരം നിലയുറപ്പിച്ച ആനയെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അതിന് കൂടുതൽ പരിശോധനകളും മറ്റും നടത്തുമെന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. നിലവിൽ അതിന് മറ്റ് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതേസമയം നാട്ടുകാർ ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവെക്കുന്നുമുണ്ട്. മലമ്പുഴയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയ്ക്ക് കാഴ്ചശക്തി ഇല്ല എന്നാണ് നിഗമനം. കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആന കൂടുതൽ അക്രമകാരിയാകാനുള്ള സാധ്യതയുണ്ട്. PT-5 എന്ന് വിളിക്കുന്ന ആനയാണ് ജനവാസ മേഖലയിൽ എത്തിയത്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.